ഡോക്ടർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മളെ കേരളത്തിലെ ഇലക്ഷനെ കഴിഞ്ഞ് പലരും പ്രതീക്ഷിക്കുന്നതും പലരും പ്രതീക്ഷിക്കാത്തതുമായ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ക്ഷീണം എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണിക്കുണ്ടായ ഒരു വലിയ പരാജയമാണത്. പരാജയം പലരും കണക്ക് കൂട്ടിയെങ്കിലും ഇത്രക്ക് വലിയൊരു പതനം ആരും വിചാരിച്ചിരുന്നില്ല. നമുക്ക് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാം. എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഈ അധപ്പതനം ഉണ്ടായെന്നുള്ളത്. 10 വർഷം ഭരിച്ചിട്ട് സ്വാഭാവികമായും ഭരണമാറ്റം ഉണ്ടാകും, പക്ഷേ ഈ വലിയൊരു തകർച്ച അത് വിശകലനം ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കടന്നുവരവ് നമുക്കറിയാം. അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് സമൂഹത്തിലുണ്ടാകുന്ന ഒത്തിരി അനാചാരങ്ങൾ, അല്ലെങ്കിൽ സമൂഹത്തോട് ബന്ധപ്പെട്ട് ഒരു വലിയൊരു സമൂഹം അല്ലെങ്കിൽ പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ പുലർത്തുന്ന ഒരു സമൂഹം സ്വപ്നം കാണുന്ന ഒരു കാര്യം, ആ കാര്യത്തോടൊക്കെ ബന്ധപ്പെട്ടാണ് കമ്മ്യൂണിസം ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ കമ്മ്യൂണിസത്തോടൊക്കെ ബന്ധപ്പെട്ട് വരുന്നൊരു ആശയം നിലനിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന രീതിയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമോ അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു ആശയം നമ്മൾ കാണുന്ന, കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു വാക്ക് നമുക്ക് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ കാണുന്ന ഒരു ദൃഷ്ടിയിലേക്ക് പതിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു 1917 എന്ന് പറയുന്ന റഷ്യയോട് ബന്ധപ്പെട്ട് വരുന്ന ആ വിപ്ലവത്തോടൊക്കെ ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിനോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെതായുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു, കമ്മ്യൂണിസ്റ്റ് റഷ്യ ഉണ്ടാകുന്നു. അപ്പോഴാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനോടൊക്കെ ബന്ധപ്പെട്ട് വരുന്നൊരു ആശയം പേറിക്കൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ അത്തരം ചിന്തകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെയൊക്കെ ഒരു അല എന്ന രീതിയിലേക്കാണ് കേരളത്തിലേക്ക് 1937 ബന്ധപ്പെട്ട് വരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം അതിൻ്റെ മാറുന്നത്. അപ്പോൾ ആ 37 അല്ലെങ്കിൽ ആ 30 കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപീകരിക്കപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് മുന്നോട്ട് വെക്കുന്ന നവീന ആശയങ്ങളുണ്ട്. കാരണം മുതലാളിത്ത ചിന്താഗതികളെ എതിർത്തുകൊണ്ട്, ഫ്യൂഡൽ കൺസെപ്റ്റുകളെ എതിർത്തുകൊണ്ട് സാമൂഹ്യപരമായ ഒരു ഉന്നതി, അത് എല്ലാ വിഭാഗങ്ങൾക്കും സാമൂഹ്യപരമായ ഒരു ഉന്നതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആശയമായിട്ടാണ് കമ്മ്യൂണിസത്തിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ജനത പ്രബുദ്ധമായ ഒരു ചിന്താഗതിയോട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലൂടെയായിരുന്നു എന്നല്ലേ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. കാരണം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടെ കടന്നു വരുന്നു. ആ കടന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ഈ കേരളത്തിലുണ്ടായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഉണ്ടാക്കിയിട്ടല്ലെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയങ്ങളുണ്ട്. ആശയങ്ങളെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, അതായത് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് ഒരുപോലെ കണക്കാക്കാൻ പറ്റാത്ത ആശയങ്ങളും ബന്ധപ്പെട്ട ഒരു സമൂഹമായിരുന്നു കേരളത്തിൽ നിലനിന്നത്. ജാതീയതയുണ്ട്, വർണ്ണവെറിയുണ്ട്, ഫ്യൂഡൽ കൺസെപ്റ്റുകളുണ്ട്, മുതലാളിത്തമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നൊരു കാഴ്ചപ്പാടുമായിട്ട് ജനങ്ങളെല്ലാം ആവശ്യത്തോട് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തെ ചോദ്യം ചെയ്ത് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാകുന്ന നവോത്ഥാന നായകന്മാരാണ്. അത് നമുക്കറിയാം, SNDPയോട് ബന്ധപ്പെട്ടാകാം, ഈ അയ്യങ്കാളിയോട് ബന്ധപ്പെട്ടാകാം, അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളോട് ബന്ധപ്പെട്ട്, അണ്ണ വൈകുണ്ഠ സ്വാമികളോട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇവരെല്ലാം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അവരുടെ പ്രവർത്തന രീതികളെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു അസന്തുഷ്ടിയുണ്ട്. ആ അസന്തുഷ്ടിയെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ടാണ് അവർ കടന്നു വരുന്നത്. അപ്പോൾ സാമുദായികമായിട്ടുണ്ടാകുന്ന അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് അന്ന് അത്തരം കാര്യങ്ങൾ വിലയിരുത്തിയെങ്കിലും ആ സമുദായങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അതുവരെ അവർ അനുഭവിച്ചിരുന്ന അവരോട് ബന്ധപ്പെട്ട് വരുന്ന അടിമത്തമുണ്ട്. ആ അടിമത്തത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാം കടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യത്വപരമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളെ പരിഗണിക്കേണ്ടതുണ്ടെന്നൊരു ആശയം കേരളത്തിൽ സംജാതമായിരിക്കുന്ന ഒരു സമയത്താണ് കമ്മ്യൂണിസത്തോട് ബന്ധപ്പെട്ട ഒരു നാശം ഇവിടെ ഇപ്പോൾ ആകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത്, കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു ആവശ്യം, ആ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു കാര്യം ഇവിടെ വേരോട്ടം പിടിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരള സമൂഹത്തോട് ബന്ധപ്പെട്ട് വരുന്ന നവോത്ഥാന നായകന്മാരോട് ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു മാറ്റം കേരളത്തിലുണ്ടായിരുന്നു. അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണമോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വേരോട്ടം ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ജാതീയമായ ഉച്ചനീചിത്വങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഈ പറയുന്ന ഒരുമിക്കുക ഈ നവോത്ഥാന നായകന്മാർ കടന്നു വരുന്നത്. നമുക്കറിയാം, കേരളത്തോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അധകൃത വിഭാഗങ്ങളോട് ബന്ധപ്പെട്ട് വരുന്നത് അല്ലെങ്കിൽ ജാതീയമായ ഏറ്റവും താഴെത്തട്ടിൽ നിലനിൽക്കുന്ന ആൾക്കാരിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. നോർത്ത് ഇന്ത്യയോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഇതേപോലെ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ആര്യ സമാജത്തോട് ബന്ധപ്പെട്ട് വരുന്ന, അതുപോലെ തന്നെ ബ്രഹ്മസമാജത്തോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥനാ സമാജത്തോടെല്ലാം ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരെന്നെല്ലാം പറയുന്ന ആൾക്കാരെല്ലാം തന്നെ ഉന്നതകുല ജാതന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു.
അപ്പോൾ അവരെ പിൻപറ്റിക്കൊണ്ടാണ് അവിടെ മാറ്റമുണ്ടായത്. അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഉന്നത കുലജാതന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ജാതീയമായ മേൽത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളായിരുന്നു. പക്ഷേ കേരളത്തിൽ അതായിരുന്നില്ല. കേരളത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളായിരുന്നു. ആ മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ കൃത്യമായിട്ട് സാഹചര്യത്തെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ വളർച്ച ഉണ്ടായി. ആ വളർച്ച ഉണ്ടായ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ട് കണക്കാക്കുന്ന രീതിയിൽ 1957 ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭരണക്രമത്തോട് ബന്ധപ്പെട്ടുമെല്ലാം ഉണ്ടാകുമ്പോൾ അതിനെ ചുവടുപിടിച്ചായിരുന്നു കേരള സമൂഹത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോവുകയെന്നാണ് നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നത്. പക്ഷേ മാറിയ സാഹചര്യത്തിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നതിന് മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന സാമൂഹ്യ ക്രമമുണ്ട്. ആ സാമൂഹ്യ ക്രമത്തിൽ ജാതീയമായ ഉച്ചനീചിത്വങ്ങൾ, വിഭാഗിതയോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, വംശീയമായ കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകൾ വളരുന്ന ഒരു സാഹചര്യത്തിൽ ബന്ധപ്പെട്ടാണ് ഈ കഴിഞ്ഞൊരു 10 വർഷക്കാലം എന്ന് പറയുന്നത് കേരളം മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം ജാതീയമായിട്ടുള്ള ഉച്ചനീചിത്വങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന മതനേതാക്കന്മാരുണ്ട്. ആ മതം നേതാക്കന്മാർ ഈ രാഷ്ട്രീയ പാർട്ടികളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അവരോട് ബന്ധപ്പെട്ട് വരുന്ന വാക്കുകൾ സമൂഹത്തിന് നിലനിൽപ്പിന് ചോദ്യം ചെയ്യുന്നതാണെന്നും അത്തരം വ്യക്തികളെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കേണ്ട കാര്യം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇല്ല എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ആ ഒരു ബോധ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുലർത്തിയില്ലെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് കേരള സമൂഹത്തെ ഈ രീതിയിലേക്ക് ഉടച്ചു വാർത്തെടുത്ത ആ ഒരു ചിന്താധാരയെ തകിടം മറിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഭരണതലത്തിലുള്ളവരോ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാർ അനുവർത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം സമസ്തയോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ SNDP ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ നേതാക്കന്മാർ പുറപ്പെടുവിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ വംശീയമായിട്ടുള്ളതും ജാതിസ്പർദ്ധയെ വളർത്താൻ ഉപകരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തോടിൻ്റെ വളർച്ചയാണ്. ആ സമൂഹത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് സാമൂഹ്യ ക്രമത്തോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന വളർച്ചയുണ്ട്, സാമ്പത്തികമായ വളർച്ചയുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന സാമൂഹ്യ ക്രമത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന വളർച്ച എന്ന് പറയുന്നത് ചില വ്യക്തികേന്ദ്രീകൃതമായ കാര്യങ്ങളോട് മാത്രം ബന്ധപ്പെട്ടാണ് ഈ കാലങ്ങളിലെല്ലാം പോയിട്ടുള്ളത്. നമ്മൾ മറക്കാതിരിക്കേണ്ടതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാർ ഈ പറയുന്ന ഒരു കേരളത്തോട് ബന്ധപ്പെട്ട് വരുന്ന മേഖലയിൽ അവരുടെ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് നിലനിന്നിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ദരിദ്രമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ ഇന്ന് ജീവിക്കുന്നത് മനസ്സിലാക്കണം. അപ്പോഴും ദരിദ്ര ജനത കേരളത്തിൽ ഉണ്ടെന്നും നമ്മൾ തിരിച്ചേക്കണം. അപ്പോൾ സാമ്പത്തികമായ ഒരു ഉറപ്പ് ഉണ്ടാക്കേണ്ട കാര്യത്തിൽ ഈ പറയുന്ന വിഭാഗങ്ങളെ അവർ അവഗണിച്ചു എന്നുള്ള കാര്യം മറന്നുകൂടാ. നമുക്കറിയാം സമസ്തയോട് ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു. സമസ്തയോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ആശയം എന്ന് പറയുന്ന സ്ത്രീകളെ എന്നും അതായത് പുരുഷന് തുല്യമായിട്ട് കണക്കാക്കുന്ന ഒരു വിഭാഗമാണ്. നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ് ജെൻഡർ ന്യൂട്രാലിറ്റി ഡ്രസ് കോഡ് കൊണ്ടുവരുന്നത്. അതുപോലെ നമുക്കറിയാം ഈ വഖഫ് ബോർഡിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന PSCക്ക് വിട്ടത്. അപ്പോൾ ആ വിട്ട സമയത്തെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത ഒരു വലിയൊരു ആശയമായിട്ടാണ് ജനങ്ങൾ അതിനെ കണക്കാക്കിയത്. ആ ആശയങ്ങളെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപേക്ഷിക്കുകയാണ്. കാരണം എന്താണ്? സമസ്ത പോലെയുള്ള അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ വോട്ട് ബാങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് മാറുമെന്ന് തോന്നുമ്പോൾ മതപരമായിട്ടുണ്ടാകുന്ന ഇത്തരം അല്ലെങ്കിൽ മതത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പണയപ്പെടുത്തുകയായിരുന്നു. നമുക്കറിയാം ഈ പറയുന്ന തൊഴിലാളികളുണ്ട്, വനിതകളോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന തൊഴിലുറപ്പ് പദ്ധതികളുണ്ട്, അതിനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന അവരുടെ പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയോട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യത്തിൽ പറയുന്നുണ്ട് സ്ത്രീയും പുരുഷനും തുല്യമാണെന്നൊരു ആശയം വെക്കുമ്പോൾ ആ ആശയത്തെ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗം ഉൾക്കൊള്ളലാം എന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ അത്തരമൊരു ആശയം പ്രചരിപ്പിക്കേണ്ട ബാധ്യത കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായിരുന്നു. അവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അതിൻ്റെ നേതാക്കന്മാർ നിശബ്ദത പുലർത്തുകയായിരുന്നു. നമുക്കറിയാം വെള്ളാപ്പള്ളിയോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ വംശീയമായ അധിക്ഷേപം തന്നെയായിരുന്നു അദ്ദേഹം പുലർത്തുന്നത്. അപ്പോൾ വംശീയമായ അധിക്ഷേപം പുലർത്തുന്ന ആ വ്യക്തിയെ കൂട്ടുപിടിക്കുമ്പോൾ അത്തരം വിഭാഗങ്ങളെ വളർത്താനുള്ള ഒരു കാര്യമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റിയുള്ളത്. അപ്പോൾ ന്യൂനപക്ഷങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ തകർച്ചയിലേക്ക് അത് വംശീയമായ ചിന്താഗതി പുലർത്തുന്ന ഹിന്ദുത്വവാദികളുടെ ഒരു വളർച്ച ഉണ്ടാകുന്നു. ആ വളർച്ചയോട് ബന്ധപ്പെട്ട് SNDP ബന്ധപ്പെട്ട് വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ചേർന്ന് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഒപ്പം നിൽക്കുന്ന അതേ പാർട്ടിയോട് അല്ലെങ്കിൽ വിഭാഗത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവായിട്ട് നിലനിൽക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ഹിന്ദുത്വപരമായ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നുണ്ടെന്ന് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വലിയൊരു തിരിച്ചടി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം P. രാജു പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. കേരളത്തിലെ
ഈ നവോത്ഥാന മേഖലയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൽ പ്രശസ്തരായിട്ടുള്ളവരിൽ ഏറിയ ഭാഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അനുകൂലിക്കുന്നവരാണെന്ന് അദ്ദേഹം ഒരു വർത്തമാനം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായിട്ടുള്ള ഒരു വളർച്ചയെ പറ്റിയുള്ള അവബോധമോ അതിന് താല്പര്യമില്ലാത്ത ആൾക്കാരായിരുന്നു ഇവരെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനെ തിരുത്തേണ്ട ബാധ്യത ഈ പറയുന്ന നവോത്ഥാന നായകന്മാരും ചമയുന്ന ഈ എഴുത്തുകാർക്കും അല്ലെങ്കിൽ സാഹിത്യകാരന്മാർക്കുണ്ടായിരുന്നു. അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ബന്ധപ്പെട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചതിക്കുകയായിരുന്നു.